കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല UG പ്രവേശനം 2023-24 അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി അപ്ലൈ ചെയ്യാനുള്ള വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾക്ക് 20-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. 20-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോട്ട അപ്ലൈ ചെയ്യുന്നത്? അതിനായിട്ട് നിങ്ങൾ ഇനി കഫയിലൊന്നും പോകണ്ട. അല്ലെ ഓൾറെഡി കഫയിൽ പോയി ചെയ്തവരാണ്, നിങ്ങൾക്ക് കുറച്ച് കോളേജുകൾ കൂടി ആഡ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഈ ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാം. ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ ഒരു നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ പാസ്വേഡ് ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ പാസ്വേഡ്. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടിൽ തന്നിട്ടുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ല ഇനി ഓൾറെഡി നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്താണോ കൊടുത്തത് ആ പുതിയ പാസ്വേഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പരും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അടുത്തൊരു നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് മൈ ഹോം, ഇൻഡെക്സ് മാർക്ക്, എഡിറ്റ് പ്രൊഫൈല്, ഫോറം അങ്ങനത്തുള്ള കാര്യങ്ങളും അതിനകത്ത് ആഡ് കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷൻ ഉള്ളൊരു ടാബ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ള ടാബ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ആഡ് കമ്മ്യൂണിറ്റി കോട്ട ടാബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് ആഡ് യുവർ കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറിയിലുള്ള കോളേജുകൾ മാത്രമായിരിക്കും ലിസ്റ്റിൽ കാണുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണോ വേണ്ടത് ആ സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാനിവിടെ എനിക്ക് വേണ്ടുന്ന കോഴ്സുകൾ, അതായത് ഈ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടുന്ന കോഴ്സുകളാണ് ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം നോക്കുന്നത് BA എക്കണോമിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 10 ഓപ്ഷൻസ് തന്നെയാണ് വെക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 10 ഓപ്ഷൻസ് വെക്കാനായിട്ട് ഞാൻ ഇപ്പോൾ BA എക്കണോമിക്സ് സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് പറ്റുന്ന കോളേജുകൾ ഇവിടെ കാണിക്കും. BA എക്കണോമിക്സ് ഉള്ള ഈ ഒരു കുട്ടി മുസ്ലിം കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് തന്നെ ആ കാറ്റഗറിയിൽ വരുന്ന കോളേജുകൾ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇപ്പോൾ BA എക്കണോമിക്സ് MSM കോളേജ് കായംകുളം മാത്രമേ ഈ ഒരു കുട്ടിക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു കോഴ്സും സെലക്ട് ചെയ്യുക. ദെൻ ആഡ് യുവർ ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഡ് യുവർ ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു കോളേജ് നിങ്ങളുടെ ഓപ്ഷനിൽ ആഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, എനിക്ക് BA എക്കണോമിക്സ് ഞാൻ കൊടുത്തു. ഇനി ഞാൻ നോക്കുന്നത് BA ഹിസ്റ്ററി ആണെന്ന് കരുതാം. ഓക്കെ, BA ഹിസ്റ്ററിയിൽ 2 കോളേജാണ് കാണിക്കുന്നത്. ഒന്ന് MSM കോളേജ് കായംകുളം തന്നെയാണ്. അത് ഞാൻ വീണ്ടും ആഡ് ഓപ്ഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത് എനിക്ക് എന്ത് വന്നു, BA ഹിസ്റ്ററി MSM കോളേജ് കായംകുളം എന്നുള്ള ഓപ്ഷൻ വന്നു. ഇനി അത് തന്നെ മറ്റൊരു ഓപ്ഷനും വന്നിട്ടുണ്ട്, ഇക്ബാൽ കോളേജ് പെരിങ്ങമല TVM. ആ കോളേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനത് വീണ്ടും കോളേജ് സെലക്ട് ചെയ്ത് ആഡ് യുവർ ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത കോളേജും വന്നു. ഇനി ഇതുപോലെ ഇഷ്ടമുള്ള സബ്ജക്റ്റുകളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ മറ്റേതെങ്കിലും കോഴ്സുകൾ, അതായത് ഇപ്പം ഞാൻ BA ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 2 കോളേജിലുണ്ട്. TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊല്ലവും മന്നാനിയ കോളേജും ഉണ്ട്. അപ്പം ഞാൻ ആദ്യം TKM കോളേജ് സെലക്ട് ചെയ്ത് ആഡ് യുവർ ഓപ്ഷൻസ് കൊടുത്തു. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് കോളേജായിട്ട് BA ഇസ്ലാമിക് ഹിസ്റ്ററി ഏത് വന്നു, TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊല്ലം വന്നു. നെക്സ്റ്റ് അവിടുത്തെ തന്നെ നമുക്ക് ഏതെടുക്കാം, മന്നാനിയ കോളേജിലും BA ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ട്. അത് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഇപ്പം നിങ്ങൾ NSS വരുന്നതാണെങ്കിൽ NSS കോളേജുകളായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് SNDP
കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് ആണ്, അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഈഴവ കോളേജുകളായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇനിയല്ല, ക്രിസ്ത്യൻ സമുദായത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള കോളേജുകളായിരിക്കും. പിന്നെ എല്ലാ ഹിന്ദു സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജുകളാണ്. അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണോ വരുന്നത് ആ കോളേജുകളായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ 5 ഓപ്ഷൻ ആഡ് ചെയ്തിട്ട് സേവ് ആൻഡ് റീഫ്രഷ് കൊടുത്ത് ഓപ്ഷൻ ആഡ് ചെയ്യുകയാണ്. ഇനി അല്ല, നിങ്ങൾക്ക് 10 ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ 10 ഓപ്ഷനും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 10 ഓപ്ഷനും ആഡ് ചെയ്തിട്ട് ഐ ഹാവ് സബ്മിറ്റഡ് മൈ കോളേജ് ആൻഡ് കോഴ്സ് എന്നുള്ള ആ ബോക്സ് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് റീഫ്രഷ് കൊടുക്കുക. സേവ് ആൻഡ് റീഫ്രഷ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഇപ്പം ഞാൻ 5 കോളേജുകളാണ് വെച്ചിരിക്കുന്നത്, കോഴ്സുകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കോളേജുകളും എന്തായിട്ടുണ്ട്, ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ബാക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്ത കോളേജുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ആ വെച്ച കോളേജുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. ഞാൻ 5 കോളേജാണ് വെച്ചത്. ആ 5 കോളേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോട്ട ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്താലും നിങ്ങൾ ഓൾറെഡി ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം മറ്റൊരാൾ നിങ്ങളുടെ പ്രൊഫൈൽ കയറി എഡിറ്റ് ചെയ്യാതിരിക്കാനാണ് ഇത്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ദെൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗൗട്ട് ചെയ്തിരുന്നാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റും ആകും. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതിനകത്ത് കഴിഞ്ഞ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ തൊട്ടുള്ള വിദ്യാർത്ഥികൾ 2020 അഡ്മിഷൻ ഡിഗ്രി അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവർ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പം നിങ്ങളെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മെസ്സേജ് ചെയ്തിരുന്നാലും നമ്മൾ മാക്സിമം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്